ശ്രീമതി ഭാഗ്യലക്ഷ്മി, ഇവിടെ പ്രതിഭാഗം അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഷമീം പക്സാൻ പറഞ്ഞ കാര്യങ്ങൾ താങ്കൾ ശ്രദ്ധിച്ചില്ലേ? ഇത് ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുണ്ടായ സൗന്ദര്യ പിണക്കം, പിന്നെ അതിലുണ്ടായിട്ടുള്ള ചെറിയ അലോസരങ്ങൾ, അതിനെ തുടർന്ന് അവർ പിന്നെ ഡോക്ടറെ അടുത്ത് ചെല്ലുന്നു, ബാത്റൂമിൽ വീഴുന്നു, ഡോക്ടറെ അടുത്ത് എന്ന് പറയുന്നു. ഇതിനുശേഷം പിന്നീടുണ്ടായ വൂണ്ട് സർട്ടിഫിക്കറ്റുകൾക്ക് വലിയ നിയമസാധുതകളില്ല. പിന്നീട് ഈ പ്രശ്നങ്ങളെ ഇത്രയും സങ്കീർണമാക്കിയത് രക്ഷിതാക്കളാണ്. അപ്പോൾ കോടതി ഈ കാര്യങ്ങളൊക്കെ പരിഗണിച്ചായിരിക്കും ഈ വിഷയത്തിനൊരു തീർപ്പുണ്ടാക്കാൻ പോയി. ഇത് ക്വാഷ് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമങ്ങളിലേക്കാണ് അദ്ദേഹം കടക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ ഈ പ്രതിഭാഗം അഭിഭാഷകൻ പറഞ്ഞതിൽ നിന്ന് താങ്കൾക്ക് മനസ്സിലായി? നമുക്കത് അഡ്വക്കേറ്റ് പറയുന്നത് നമുക്കൊരിക്കലും അങ്ങനെ തെറ്റു പറയാൻ പറ്റില്ല. കാരണം അവരുടെ ജോലി തന്നെ അതാണല്ലോ. ഇപ്പം അദ്ദേഹത്തിൻ്റെ മുൻപിൽ ഒരുപക്ഷെ ആ പെൺകുട്ടിയായിരുന്നു ആദ്യം വന്നിരുന്നതെങ്കിൽ ഇപ്പം ആ കുട്ടി നേരത്തെ എഴുതി കൊടുത്തതെല്ലാം അവരെ കൊണ്ട് പറയിപ്പിക്കും. അതാണല്ലോ അഡ്വക്കേറ്റിൻ്റെ ജോലി എന്ന് പറയുന്നത് തന്നെ. അവർ എപ്പോഴും അവരുടെ ഭാഗം ജയിക്കാൻ വേണ്ടി അവരുടെ മുമ്പിൽ വന്ന് നിൽക്കുന്ന കക്ഷികളെ കൊണ്ട് എല്ലാം പറയിപ്പിക്കും. അത് തന്നെ ഇദ്ദേഹം ചെയ്യും. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ അദ്ദേഹം പറയുന്നത് ഇതിന് ശേഷം ആ കുട്ടിയുടെ ശരീരത്തിൽ വന്ന് ഈ അടയാളങ്ങൾക്കൊന്നും പിന്നെ ഇതിന് നിയമവുമായി യാതൊരു ബന്ധവുമില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയാതെ പറയുന്ന ഒരു കാര്യം, ആ കുട്ടിയെ ആരാണ് പിന്നെ ഉപദ്രവിച്ചത്? ഈ അച്ഛനും അമ്മയുമാണോ? എനിക്കിപ്പോഴും മനസ്സിലാകാത്ത ഒരേ ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. അതായത് വിവാഹം കഴിഞ്ഞ് 2 ദിവസത്തിനുള്ളിൽ 3 ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ പോട്ടെ ഒരാഴ്ചയ്ക്കുള്ളിലാണ് ഈ അടുക്കള കാണൽ എന്ന് പറയുന്ന ഒരു സംഭവം നടക്കുന്നത്. ഇത്രയധികം പണം ചിലവാക്കി വിവാഹം കഴിപ്പിച്ചയച്ച പെൺകുട്ടിയെ അവളുടെ ജീവിതം തൊലയ്ക്കാൻ വേണ്ടി, അവളുടെ വിവാഹ ജീവിതം ഇനി ഇല്ലാതെയാക്കണം എന്ന രീതിയിൽ പെരുമാറാൻ ഈ അച്ഛനും അമ്മയ്ക്കും ആ മകളോട് അത്ര വിരോധമുണ്ടോ? അങ്ങനെയൊക്കെ ഒരു അച്ഛനമ്മ, അങ്ങനെയാണെങ്കിൽ ആ പെൺകുട്ടിയെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കാതിരിക്കാമല്ലോ. അപ്പം ഇത് ഇനി മജിസ്ട്രേറ്റിന് മുമ്പാകെ കൊടുക്കുന്ന മൊഴി, ആ മൊഴിയിൽ ഈ കുട്ടി എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും. ആദ്യം ഈ കുട്ടി ആ മൊഴിയിൽ എന്തായിരിക്കാം പറഞ്ഞത്? എന്തായാലും അവിടെ ആരും ഭീഷണിപ്പെടുത്തില്ലല്ലോ. ഞാനൊക്കെ മജിസ്ട്രേറ്റിന് മുമ്പാകെ രഹസ്യമൊഴി കൊടുത്തിട്ടുള്ള ഒരാളാണ്. അപ്പം നമ്മൾ ആ കോടതി മുറിക്കകത്ത് മജിസ്ട്രേറ്റും നമ്മളും മാത്രമേ ഉണ്ടാവുള്ളൂ. നമുക്ക് വളരെ ധൈര്യത്തോടു കൂടെ കുട്ടിക്ക് എന്ത് വേണമെങ്കിലും സംസാരിക്കാം. ആരും നിങ്ങളെ ഇവിടെ ഭയപ്പെടുത്താനില്ല. പിന്നെ വല്ലത് എഴുതി കൊടുത്തിട്ടുണ്ടോ നമ്മുടെ ഉള്ളം കയ്യിലും ഒക്കെ നോക്കിയിട്ടൊക്കെ തന്നെയാണ് നമ്മളുടെ മൊഴി അവർ പകർത്തുന്നത് കോടതി. അപ്പോൾ ഇത്രയധികം സ്വാതന്ത്ര്യം കിട്ടുന്ന ഒരു ഇടമാണ് കോടതി. മജിസ്ട്രേറ്റിന് മുൻപാകെ കിട്ടുന്ന ആ സമയത്ത് ആ കുട്ടിക്ക് പറയാമായിരുന്നല്ലോ, യഥാർത്ഥത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല, എൻ്റെ ഭർത്താവ് എന്നെ ഒന്ന് തല്ലി എന്നുള്ളത് സത്യമാണ്, ഇപ്പോൾ ആ വീഡിയോയിൽ പറയുന്നത് സത്യം, പക്ഷേ എനിക്കതിൽ പ്രശ്നമൊന്നുമില്ല, പക്ഷേ എൻ്റെ അച്ഛനും അമ്മയാണ് എന്നെ ഫോഴ്സ് ചെയ്യുന്നത് എന്നവിടെ പറയാമായിരുന്നല്ലോ. അതിനും ശേഷമാണല്ലോ വീണ്ടും ഈ ചാനലുകൾ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ഈ കുട്ടിയുടെ ശരീരത്തിലുള്ള ഈ പാടുകളെല്ലാം മേക്കപ്പ് കൊണ്ട് ഉണ്ടാക്കിയതാണോ? അങ്ങനെ ചെയ്യാൻ പറ്റുമോ? അങ്ങനെ എന്തായാലും ചെയ്യാൻ പറ്റില്ലല്ലോ. അതും വേണമെങ്കിൽ വളരെ പിന്നെ ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. അത് മാത്രമല്ല, അദ്ദേഹം പറഞ്ഞൊരു ഏതോ ഒരു ക്യാമറ ഷോട്ടിൽ ഞാൻ കണ്ടതാണ്, ഈ ചർച്ചയിലാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല, പോലീസിന് വേണമെങ്കിൽ ഇത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു ചെറിയ സൗന്ദര്യ പിണക്കമാണെന്ന് തള്ളിക്കളയാമായിരുന്നു. എന്താ സാർ, അങ്ങനെയൊക്കെ നമുക്ക് ഈ പിന്നെ ഒരു ഭർത്താവ് ഭാര്യയെ എടുത്തിട്ട് തോന്നിയ മാതിരി അങ്ങോട്ട് എല്ലാ രീതിയിലും ഉപദ്രവിച്ചിട്ട് അതൊക്കെ ഒരു സൗന്ദര്യ പിണക്കത്തിൻ്റെ, ഒരു സ്നേഹത്തിൻ്റെ പുറത്തുനിന്ന് പറഞ്ഞു തന്നെയല്ലേ സാർ ഈ കണ്ട കാലങ്ങൾ മുഴുവനും സ്ത്രീകൾ ഇവിടെ ജീവിച്ചു പോകുന്നത്? അതിൽ നിന്നെല്ലാം ഒരു മോചനത്തിന് വേണ്ടിയാണല്ലോ ഇവിടെ നിയമങ്ങളെല്ലാം വീണ്ടും പൊളിച്ചെഴുതിക്കൊണ്ടിരിക്കുന്നത്. പെൺകുട്ടികൾക്ക് അത് പറയാനുള്ള ഒരു ഇടം കോടതി നിയമപരമായി ഉണ്ടാക്കി കൊടുത്തത് അതിനൊക്കെ വേണ്ടിയല്ലേ? എന്നിട്ട് ഇപ്പോഴും താങ്കൾ പറയുന്നു ഇതൊക്കെ ഭാര്യ ഭർത്താവിൻ്റെ ഒരു സൗന്ദര്യ പിണക്കമായി കണ്ടുകൂടെ? കെട്ടിത്തൂക്കുന്നതും ഒരു സൗന്ദര്യ പിണക്കമാണ്. ആണോ? ഒരു പെൺകുട്ടിയെ പാമ്പ് കടിപ്പിച്ച് കൊന്നു ഒരാൾ, മറ്റൊരാൾ കെട്ടിത്തൂക്കി കൊല്ലുന്നു. ഇതൊക്കെ ഈ വഴക്കുകളിൽ ഇടപെടേണ്ട സമയങ്ങളിൽ ഇടപെടാത്തത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ പോലീസിന് മുൻപാകെ ഒരു പെൺകുട്ടി ചെന്ന് പറയുമ്പോൾ പോലീസിന് അത് നിങ്ങൾ തമ്മിലുള്ള സൗന്ദര്യ പിണക്കമാണ് എന്ന് പറയാൻ യാതൊരു അധികാരവുമില്ല. അതല്ല പോലീസുകാർ.
അപ്പൊ ദയവ് ചെയ്ത് അങ്ങനെയുള്ള പരാമർശങ്ങൾ സാർ, താങ്കൾ ഒരു നിയമപാലകനും കൂടിയല്ലേ, ഒന്ന് അതൊക്കെ മനസ്സിലാക്കണ്ടേ? ഞങ്ങളൊക്കെ നാളെ ഒരു പ്രശ്നം വരുമ്പോൾ നിങ്ങളുടെയൊക്കെ മുമ്പിൽ വന്ന് നിന്ന് സങ്കടം പറയേണ്ട ആളുകളല്ലേ? അപ്പൊ ഇങ്ങനെയാണോ സാർ പറയുന്നത്? അതുകൊണ്ട് തന്നെ താങ്കളുടെ കക്ഷിക്ക് വേണ്ടി എന്തും വാദിക്കാം, താങ്കളുടെ കക്ഷിക്ക് വേണ്ടി എന്തും വാദിച്ചുകൊള്ളും. പക്ഷെ അതിനർത്ഥം സ്ത്രീകളെല്ലാം സഹിച്ചുകൊണ്ട് സൗന്ദര്യപ്പിണക്കമാണെന്ന് വിചാരിക്കരുത് സാർ.